സമ്പത്തിനൊരു ലഹരിയുണ്ട്. ആ ലഹരി വന്നുപോയാൽ പിന്നെ പള്ളിക്കുഴിയിലെത്തണം. ആ ലഹരി മാറണമെങ്കിൽ വയസ്സാങ്കാലമായാലും ഉണ്ടാക്കണം. മക്കളെ കെട്ടിക്കണം, മക്കളെ കെട്ടിക്കണം, കൊച്ചുമക്കളെ കെട്ടിക്കണം, അതിൻ്റെ മക്കളെ കെട്ടിക്കണം. ഇങ്ങനെ പണം ഉണ്ടാക്കല. എന്നാ ഓന് തിന്നാൻ തോന്നുന്നു. എടാ ചങ്ങാതി, ഞാൻ എപ്പോഴും പറയും, ചിലരെ കണ്ട കഷ്ടം. ഒരു നല്ല വസ്ത്രം ധരിക്കാറുണ്ട്, ലക്ഷക്കണക്കിന് പൈസ ഉള്ളവനാ, ഒരു നല്ല വസ്ത്രം ധരിക്കും, ഒരു നല്ല ഞാൻ ഇന്നലെയും പറഞ്ഞു, ചിലരെയൊക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ള ചില ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ചിലരുടെയൊക്കെ വണ്ടി കത്തിച്ച് കളയണത് ഞാൻ പറഞ്ഞു. നല്ല പൈസ ഉള്ളവരാ, നല്ല രീതിയിൽ ഇസ്സത്തോടു കൂടി ജീവിക്കേണ്ടവരാ. പക്ഷെ എന്ത് ചെയ്യും? അവർ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, ചില വണ്ടികളൊക്കെ അൻസാരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ അള്ളാഹു ഒരുപാട് ഇസ്സത്ത് തന്ന ആളല്ലേ, അവർ പഴയ വണ്ടിയും കൊണ്ട് വരുമായിരുന്നു, അത് വിറ്റ് കിടന്നേക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അള്ളാഹ് നമുക്ക് തന്നി 3 ചില കാര്യങ്ങൾ. 1 വീട്, 2 വാഹനം, 3 വസ്ത്രം. ഈ 3 കാര്യം അൽഹംദുലില്ലാ, അത് അള്ളാഹു ഇസ്സത്ത്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നല്ല വണ്ടി വേണ്ടേ? വേണോ? നമുക്ക് നല്ല വണ്ടി ഇസ്സത്താടോ? ഒരു മനുഷ്യന്റെ ഇസ്സത്താണ് നല്ലൊരു വാഹനം ഉണ്ടെന്ന് പറയുക. നമുക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം, നല്ല വണ്ടിയായിരിക്കണം. അൽഹംദുലില്ലാ. അപ്പൊ എന്നോട് ചോദിക്കും, എന്താ ഉസ്താദ് നിങ്ങൾ നല്ല വണ്ടി എടുക്കാത്ത? ലോണിട്ട വണ്ടിയാകരുത്, അള്ളാഹു കാക്കമാറാകട്ടെ. പറ, നിങ്ങൾ എന്താ ഉണ്ടായിരിക്കുന്നത്? നല്ല വണ്ടി വേണോ? ഒരു മനുഷ്യന്റെ ഇസ്സത്താ, നല്ല വണ്ടി വേണോ? 50 ലക്ഷമോ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നീ വണ്ടി എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ റെഡി കാശ് കൊടുത്തിട്ട് എടുക്കണം. പലിശയ്ക്ക് എടുക്കാൻ പറ്റുമോ? ലോണിട്ട് വണ്ടി എടുക്കാൻ പറ്റുമോ? നിങ്ങളെന്താ, നിങ്ങൾ ചിന്തിച്ചു നോക്കടോ. ഞാൻ ഈ പള്ളിയിൽ വരും, ഞാൻ പള്ളിയിൽ വന്നിട്ട് പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി നിന്നിട്ട് പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, സാക്ഷി നിൽക്കരുത്, അല്ലെ? എല്ലാം പാപം, നരകത്തിൽ പോകും. ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചു. ഞാൻ വന്ന വണ്ടി ഏതാ? നിങ്ങളത് പറയടോ. ഞാൻ ലോണിട്ട വണ്ടിക്കകത്ത്, പലിശയുടെ വണ്ടിക്കകത്ത് വന്ന് വെള്ളിയാഴ്ച പള്ളി കയറി മിമ്പറി കയറി നിന്നിട്ട് പലിശയ്ക്ക് കൂട്ടു നിൽക്കുന്നവരും സാക്ഷി നിൽക്കുന്നവരും നരകത്തില, പാപവാ എന്ന് വഴുതു പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിച്ച് ദുആ ചെയ്തിട്ട് ഞാൻ ആ വണ്ടി കയറി പോയാ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ സഹോദര, എന്റെ അവസ്ഥ. നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം? ഉള്ളത് പറ. എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ എനിക്കൊരു സംശയമുണ്ട്, എന്നെ കുടുക്കിയൊരു സംശയം. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ പലിശക്കാരൻ്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പൊ ചോദ്യത്തിന്റെ ഗൗരവം എനിക്ക്, പള്ളിയിലെ ഖത്തീബ് ലോണിട്ട വണ്ടിയുള്ള ആളാ, അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് കുടുങ്ങി. മറുപടി പറയാൻ പറ്റും, കാരണം റെക്കോർഡ് ചെയ്താലും ഇപ്പോൾ ഞാൻ ആവുന്നപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ എല്ലാവരുടെ കയ്യിൽ എടുക്കാമുണ്ടാവണമെന്നില്ലല്ലോ, ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞൊരു ആഗ്രഹമില്ലേ? ചിലപ്പോ അത് മനുഷ്യന്മാര് ഗതിയില്ലാത്തത് കൊണ്ട് ഉസ്താദിനോട് ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഇയാള് വിടണേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പത്തെ നിയമം അനുസരിച്ച് റെഡി കാശ് കൊടുത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ഉസ്താദ് മസല പറഞ്ഞാൽ മതി, പറ്റുവോ ഇല്ലയോ? അയാൾ എന്തെല്ലാം പറഞ്ഞിട്ട് എന്നെ വിടണില്ല, കറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ചിലപ്പം ചെറിയ വണ്ടിയല്ല വലിയ വണ്ടി എടുത്തിരിക്കണേ, ഉസ്താദ് മസല പറഞ്ഞാൽ മതി. അവസാനം ഞാൻ പറയേണ്ടി വന്നു, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞതുപോലെ വണ്ടി വാങ്ങിച്ചോ, കുഴപ്പമൊന്നുമില്ല. വലിയ നീ കോടിക്കണക്കിന് രൂപയുടെ വണ്ടിയാണെങ്കിലും നീ മേടിച്ചോ, പക്ഷെ എന്തു വേണ്ട, ഗവൺമെന്റിനെ പറ്റിക്കാനല്ലേ പറ്റൂ, അള്ളാനെ പറ്റിക്കാൻ പറ്റൂലല്ലോ. ഇൻകം ടാക്സിനെ പറ്റിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താടോ ഇങ്ങനെ നോക്കണേ? മോഡി അണ്ണനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, ഇൻകം ടാക്സ് പറ്റിക്കാൻ പറ്റുമോ? അള്ളാഹെ പറ്റിക്കാൻ പറ്റുമോ? ഇവനെ പേടിയുണ്ട്, അള്ളാഹിനെ പേടിയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ. ടാക്സ് ഉള്ള ലോൺ ഇട്ടവരൊക്കെ കൊണ്ട് അടച്ചുപൊളി. ഏതാ ഞാൻ പറഞ്ഞേ, ലോൺ ഇട്ട വണ്ടിയുള്ളവരൊക്കെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് ജീവിതത്തിൽ വന്ന അതോടുകൂടി റബ്ബിന്റെ സഹായം പോയി. പലിശയിൽ എന്ന് കാലെടുത്ത് വെക്കുന്നോ അന്നത്തോടെ റബ്ബിന്റെ സഹായം പോകും. പലിശയുമായി നമ്മൾ എന്ത് ബന്ധപ്പെടുന്നു അന്നത്തോടുകൂടി റബ്ബിന്റെ സഹായം പോയടോ. അതുകൊണ്ട് ആ പലിശ വേണ്ടെന്ന് പറഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള കാര്യം ഇപ്പൊ ഈ ലൈവായതുകൊണ്ട് കട്ടവിടെ ഇറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി അതിനെക്കൊണ്ട് ലോണൊക്കെ എടുക്കാവോ, അതിനെക്കുറിച്ച് വേറെ വിഷയങ്ങൾ, അതൊക്കെ ഉസ്താദ്മാരോട് ചോദിച്ചു പഠിക്കാം. ഞാൻ എൻ്റെ കാര്യമോ പറഞ്ഞു, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 നല്ല വീട്, ഒരു ആവശ്യമുള്ള വീട്. അപ്പൊ ഉസ്താദെ ഞാൻ 1.5 കോടിയുടെ വീട് വെച്ചിട്ടുണ്ട്. 1.5 കോടിയുടെ വീട് നിനക്ക് വേണോ? എടാ, നമ്മൾ ഇന്നത്തെ വീടുകൾ കണ്ടാൽ വലിയ കൊട്ടാരങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്.
എത്ര റൂമാ, തൂക്കാൻ വല്ലവരെ വിളിക്കേണ്ടവര്. എടോ, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ വീട്ടുകാർക്കും താമസിക്കാനുള്ള വീട് പണിതോ കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ വീടുകളെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിടുക. നബിതങ്ങൾ പറഞ്ഞു, ഒരാൾ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പേരറിയാം, കെട്ടും ഇടിക്കും, കെട്ടും ഇടിക്കും, കെട്ടും ഇടിക്കും, അവസാനം എത്തീങ്കാനയിലാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ പ്രഭാഷണ വീടൊക്കെ നല്ല വീട് വെക്കണ്ടേ? പഞ്ചായത്ത് മെമ്പറാണെന്നും വില്ലുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനോഹരമായൊരു വീട് വെക്കണം. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 നല്ല വസ്ത്രം ധരിക്കണ്ടേ? നല്ല വസ്ത്രം ധരിക്കണോ? അതോ ഞാൻ പാവപ്പെട്ടവനാണെന്ന് വെറുതെ കീറിയിട്ടുണ്ട് വെക്കണോ? പറ മനുഷ്യന്മാരെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു കണക്ക് വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? സക്കാത്തൊക്കെ കൊടുക്കണമെന്നായി പറഞ്ഞതിനർത്ഥം നിന്റെ സമ്പത്തിന്റെ കണക്കനുസരിച്ചിട്ട് അൽഹംദുലില്ലാഹ്, നിന്റെ കയ്യിൽ ഇത്ര രൂപയുണ്ടെങ്കിൽ ഇത്ര ശതമാനം, 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ എത്ര സക്കാത്ത് കൊടുക്കണം? അറ്റാക്ക് വരരുത്. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 25,000 രൂപ കൊടുക്കണം. അള്ളാഹുവെ, കണ്ണീ കൂടെ പൊന്നീച്ച പറക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 ലക്ഷം രൂപയുള്ളവൻ 25,000 രൂപ അത് പാവപ്പെട്ടവന്റെ അവകാശമാ. ആ 9,75,000 രൂപയെ നിനക്കുള്ളൂ. 25,000 രൂപ പാവപ്പെട്ടവൻ്റെതാ. ആ 25,000 കൊടുക്കാൻ അതുപോലും കൊടുക്കാതെ മടി കാണിച്ച് ആർത്തിയോട് അത് പിടിച്ചു വെച്ച ഈ 9,75 പോയി കിട്ടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒട്ടും മനസ്സിലാക്കേണ്ട സത്യമത ഞാൻ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ അബൂബക്കർ തങ്ങളുടെ ഈമാൻ എടുത്തൊരു മറ്റേ ത്രാസിൽ വെച്ച ആരുടെ ഈമാൻ കൂടി നിൽക്കും? എൻ്റെ അബൂബക്കറിന്റെ ഈമാൻ കൂടി നിൽക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. 25,000 രൂപ സക്കാത്ത് കൊടുക്കാൻ മടിച്ചിട്ട് അതുകൂടെ പിടിച്ചു വെക്കാൻ നിന്നാ അടങ്കലോടെ പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കൊടുത്താൽ ആ 9,75,000 ഫ്രഷായി. അൽഹംദുലില്ലാഹ്, അതാരും പിടിച്ചുകൊണ്ട് പോകില്ല. അതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ അത് പാവങ്ങൾക്ക് വേണ്ടി. നമ്മൾ വിചാരിക്കും കുറച്ച് വാരി ഇങ്ങനെ വെച്ചിരിക്കും, വരുന്നവന് വാരി കൊടുക്കും. ഇങ്ങനെ 50, 100, 150, 200. അതല്ല സക്കാത്ത്, അത് സദക്ക. സദക്ക വേറെ, സക്കാത്ത് വേറെ. ഉടക്കപ്പറ, സദക്ക വേറെ, സക്കാത്ത് അവകാശികളുണ്ട്. സദക്കയ്ക്ക് അവകാശിയുണ്ടോ? ആർക്ക് വേണേലും കൊടുക്കാം. സക്കാത്ത് വേറെ, സദക്ക വേറെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സക്കാത്ത് നിന്റെ സമ്പത്ത് എത്ര ലക്ഷം ബാങ്കിൽ കിടക്കുന്നുണ്ട്, എവിടൊക്കെ വസ്തു വാങ്ങിച്ചിട്ടിട്ടുണ്ട്, എവിടൊക്കെ ബിസിനസ്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും കണക്കങ്ങോട്ട് എടുക്കണം. കണക്കെടുത്തിട്ട് അൽഹംദുലില്ലാഹ് ഇത്ര ലക്ഷം രൂപയുണ്ട്. അപ്പൊ 10 ലക്ഷത്തിന് 25,000, 20 ലക്ഷത്തിന് 50,000. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ സ്വത്ത് ഇങ്ങനെ നോക്കി. അതുപോലെ തന്നെ സ്വർണം എടുത്തു. 10 പവൻ വരെ നമ്മൾ ധരിക്കാം. അത് കഴിഞ്ഞുള്ളതിന് ഇത്ര കൊടുക്കണം. കണക്കങ്ങോട്ട് എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാഹ്, പടച്ചവനെ ഇതിലും ഭേദം ഇൻകം ടാക്സ് അടച്ചാൽ മതി എന്ന് ചിലപ്പോൾ തോന്നും. കുഴപ്പമില്ല, അള്ളാഹുടെ മുന്നിൽ രക്ഷപ്പെടണം സഹോദര. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ദുനിയാവും പോകും, ആഖിറവും പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ. പള്ളിയുടെ മുന്നിൽ വരുന്ന ഒരുപാട് പാവങ്ങളെ കാണാം. വീടിൻ്റെ മുന്നിൽ വരുന്നവരെ ആട്ടി ഓടിക്കാതെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ കഴിയുന്ന എത്രയോ പാവപ്പെട്ടവർ, അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുക്ക്, അവരെ സഹായിക്ക്. പെട്ടുപോകുന്ന എത്രയോ പേര്, ലോണൊക്കെ എടുത്തിട്ട് വീട് ജപ്തിയിൽ കിടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയുമോ? അള്ളാഹു അവർക്കൊക്കെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെ പ്രയാസത്തിൽ കഴിയുന്നവരെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്യണം. സക്കാത്ത് ഈ റമളാനിൽ കൊടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലം കൂടുതൽ കിട്ടും. അള്ളാഹു
നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സമ്പത്ത് നമുക്ക് ശുദ്ധീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാ ഇപ്പോഴേ ഞാൻ പറഞ്ഞത് കണക്കൊക്കെ നോക്കിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് സമാധാനത്തിൽ ഒരു ദിവസം വെള്ളിയാഴ്ച അതിൻ്റെ കണക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യണം. അൽഹംദുലില്ലാ തന്നവർക്കൊക്കെ വേണ്ടി ഒരുപാട് പേര് രോഗികളായി കിടക്കുന്നവരുണ്ട്. കുടുംബജീവിതം ഈ അടുത്തൊരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി ഇൻഷാ അല്ലാഹ് അവളുമായിട്ട് സന്തോഷത്തോടെ എനിക്ക് ജീവിക്കണം, ദുആ ചെയ്യാൻ വേണ്ടി ഒരു സദക്കയൊക്കെ തരാൻ ഏറ്റിട്ടുണ്ട്. അള്ളാഹു നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലത്തൊന്നും പറയാൻ കഴിയില്ല. ഇന്നത്തെ കാലഘട്ടം ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എൻ്റെ കല്യാണം ബന്ധമൊഴിഞ്ഞു പോയി. ഇന്നത്തെ കാലത്ത് പറയാതിരിക്കല്ല, അതൊക്കെ ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ബർത്ത്ഡേ ആഘോഷിക്കാത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണ് തലാക്ക് സംഭവിച്ചത്. കാലം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. ഓരോ നിസ്സാരമായിട്ടുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പേരിൽ ചിലർക്കൊക്കെ നിസ്സാര തെറ്റുകളൊന്നും ഇല്ലടോ. മഹറമില്ലാതെ അന്യപുരുഷന്റെ കൂടെ പുറത്തു പോകരുത്, അന്യപുരുഷനെ വീടിനകത്ത് കയറ്റിക്കടത്തരുത്, ഇരുത്തരുന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെയൊന്നും മഹത്വമൊന്നും ആരും മനസ്സിലാക്കണില്ല. അള്ളാഹു നമുക്കൊക്കെ പുറത്തുവരുമാറാകട്ടെ. അള്ളാഹു നമ്മളോടൊക്കെ കരുണ കാണിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പള്ളിക്ക് വേണ്ടി സഹായിച്ചവർക്ക് വേണ്ടി ഒരു ദുആ ചെയ്തിട്ട് പോകാം. അൽഹംദുലില്ലാ 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.